പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരിയിലേക്ക് നമ്മുടെ അവന്തിക എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. വരുന്നതിന് തൊട്ട് മുൻപ് അവന്തിക തൻ്റെ അച്ഛനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, ഞാനാണ് നമ്മുടെ AN ജ്വല്ലറിയുടെ MD എന്നും അനന്തപുരിക്കാർക്കെതിരെ ഞാനാണ് കരുക്കൾ നീക്കുന്നത് എന്നുള്ളതും തൽക്കാലം ആരും അറിയരുത്. നമ്മൾ തമ്മിൽ ഒന്നിക്കുന്നു എന്നുള്ളതും നമ്മൾ തമ്മിൽ ഒരുമിച്ചാണ് ഈ കരുക്കൾ നീക്കുന്നത് എന്നുള്ളതും ആരും അറിയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ അനന്തപുരിയിൽ എത്തുന്ന സമയത്ത് നീ പുതിയ ആളായിരിക്കണം. അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്താണെന്നൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടല്ലോ. അതുപോലെ ആർക്കും സംശയം ഇല്ലാത്ത രീതിയിലായിരിക്കണം നീ അവിടെ അഭിനയിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഞാൻ ഏറ്റു. എന്തായാലും അച്ഛനും ഞാനും കണ്ടിട്ടുണ്ട് എന്നുള്ളതൊന്നും ആരും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ഒരു കുടുംബമാണ്. നവ്യയും ജലജയും അഭിയും അവന്തികയും നാഗേന്ദ്രനും ഒക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരു കുടുംബം എന്നൊക്കെ പറയുമ്പോൾ നവ്യനെ എന്തിനാണ് ഇതിൽ കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നവ്യയെ നമ്മൾ കൂട്ടണം, അവളിപ്പോൾ നമുക്ക് അസറ്റാണ്, അവൾ കാരണമാണ് എനിക്കിപ്പോൾ ഏകദേശം അനന്തപുരിക്കാർക്കെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ടും അവരോടൊപ്പം എത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. ദുബായിൽ തകർത്തെറിഞ്ഞതുപോലെ തന്നെ നാട്ടിലും അവരുടെ ഇത് ആകെ ബിസിനസ് ആകെ തകർത്തെറിയണം. അതിന് നീയും ഒന്ന് ഒത്തുചേർന്ന് നിന്നാലേ നടക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അവന്തികയും ജലജയുടെ ഭർത്താവും ചേർന്നിട്ട് അനന്തപുരിക്കാരെ കുളം തോണ്ടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ സമയത്ത് അവന്തികയുടെ അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ അവസാനത്തെ അനന്തപുരിയിലെ എൻ്റെ അവസാനത്തെ ഞാൻ ഇന്നും മറക്കില്ല. എനിക്കുണ്ടായ അതേ അനുഭവം അവർക്കും വരണം. അവർ എൻ്റെ മുന്നിൽ നിന്നും കരഞ്ഞ് കീഴുന്നത് എനിക്ക് കാണണം. ആ അവസ്ഥയിൽ അവരാണ് എന്നെ കൊണ്ട് എത്തിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ സങ്കടപ്പെടേണ്ട, നമുക്കും അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ്. അതിനായിട്ടൊരു തുറപ്പിച്ചിട്ടാണല്ലോ നവ്യ, അവൾ നമ്മളെ കയ്യിൽ തന്നെ എത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് അവർക്ക് താങ്ങാൻ പറ്റുന്നതും ആയിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ച് കളിക്കുന്ന ഒരു പാവയായിട്ടാണ് അനന്തപുരിയിൽ അവന്തിക എത്തുന്നത്. അപ്പോൾ അനന്തപുരിയിൽ ഇനി ആടി ഉലയുന്ന നിമിഷങ്ങളായിരിക്കും വരാൻ പോകുന്നത്.